കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണത്തെ തുടർന്ന് ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് ഇന്ന് വൈകിട്ട് ആലിൻചുവട് മുതൽ പാലാരിവട്ടം വരെ പ്രതിഷേധ മാർച്ച് നടത്തും. പ്രശ്നം പരിഹരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. കലൂർ സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെ നീളുന്ന രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ഇട റോഡുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കാത്തതാണ് പ്രധാന റോഡിലെ ഗതാഗതക്കുരുക്കിന് കാരണമെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആലിൻചുവട് മുതൽ പാലാരിവട്ടം വരെ പ്രതിഷേധ പ്രകടനം നടക്കും. ഈ നഗരത്തിന്റെയും പ്രാന്തപ്രദേശങ്ങളും മുഴുവൻ ഗുരുതരമായ ഗതാഗത കുരുക്കിന് കാരണമായിട്ടുള്ളത് മെട്രോ റെയിലാണ്. ഈ സർക്കാരാണ്. പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒഴിച്ചുകൂടാൻ സാധിക്കില്ല. അടിയന്തരമായി 25 കോടി രൂപയെങ്കിലും ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി അനുവദിച്ചില്ല എങ്കിൽ വലിയ ഗുരുതരമായ ജനകീയ പ്രക്ഷോഭം, ഇത് ഒരു രാഷ്ട്രീയ പാർട്ടികളും നടത്താൻ പോകുന്നതല്ല, ജനങ്ങൾ നിയമം കയ്യിലെടുക്കുന്ന തരത്തിലേക്ക് ഇത് കടന്നുപോകും. ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ശ്രമം തുടരുന്നുണ്ടെന്നും ഫണ്ട് കിട്ടാത്തത് കൊണ്ടാണ് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്താത്തതെന്നും കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് MD ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. ഈ മെയിൻ റോഡ് കണക്ട് ചെയ്തിട്ടുള്ള ചില വഴികളൊക്കെ ഒന്ന് വളരെ വീതി കൂട്ടണം, റിപ്പയർ ചെയ്യണം, പിന്നെ അത് കൂടാതെ ടാറിങ് ചെയ്യണം. വളരെ ഹംബിളായിട്ട് ഞാൻ ഗവൺമെൻറ്റിക്ക് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. കുറച്ച് എക്സ്ട്രാ പൈസ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അത് ഗവൺമെൻറ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. അത് കിട്ടിയ ശേഷം നമ്മുടെ ആ വഴികളൊക്കെ നമുക്ക് ചെയ്യാം. കൊച്ചി മെട്രോയുടെ 1ാം ഘട്ട നിർമ്മാണത്തിന് മുൻപ് 22 റോഡുകളും 4 പാലങ്ങളുമാണ് DMRC പുനർനിർമ്മിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.